Welcome to the journey to knowledge. Fifth question. Find the product using suitable properties. Suitable ആയിട്ടുള്ള properties യൂസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 26 ഇൻറ്റു -48 പ്ലസ് -48 ഇൻറ്റു -36. സോ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഒരു ടേമും ഇതും ഒരു ടേമാണ്. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുകയാണെങ്കിൽ, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു, -48 കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ -48 ഇൻറ്റു ഇവിടെ 26 ഉണ്ട് പ്ലസ് ഇവിടെ -36 ഉണ്ട്. 48 രണ്ടും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തപ്പോൾ അപ്പോൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സോ കോമൺ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റിലുള്ളത് ആഡ് ചെയ്യുമ്പോൾ -48 ഇൻറ്റു 26 പ്ലസ് ഇൻറ്റു മൈനസ് എന്നുള്ളത് 26 -36 ആവും. 26 -36 -48 ഇൻറ്റു -10 കിട്ടും. ഡിഫറൻസ് സിമ്പിളാണ്, ഇത് പ്ലസും ഇത് മൈനസും. സബ്ട്രാക്ട് ചെയ്തു. 36 - 26 10. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ കൊടുത്തപ്പോൾ -10 കിട്ടി. സോ -48 ഇൻറ്റു -10, 48 ഇൻറ്റു 10 480 കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ ആൻസർ +480. ബി ക്വസ്റ്റ്യൻ 8 ഇൻറ്റു 53 ഇൻറ്റു -125. സോ 3 നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷന് തന്നിട്ടുണ്ട്. സോ 8 ഇൻറ്റു 53 ചെയ്തിട്ട് -125 കൊണ്ട് ചെയ്യുന്നതിലും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നത് 8 ഇൻറ്റു 125 നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 53 ചെയ്യുന്നത്. സോ ഇതിനെ ഓർഡർ മാറ്റി എഴുതുമ്പം 8 ഇൻറ്റു -125 ഇൻറ്റു 53. യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എയ്റ്റ് ഇൻറ്റു 125 ഇൻറ്റു 8 ചെയ്യുമ്പം 8 5s are 40, 8 2s are 16 plus 4 20, 8 1s are 8 plus 2 10, 1000 കിട്ടും. സോ പ്ലസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ -1000 ഇൻറ്റു 53. 1000 ഇൻറ്റു 53 ചെയ്യാൻ ഈസിയാണ്. 53 ഇൻറ്റു 1 53, പിന്നെ ഈ 3 0യും കൂടെ കൊടുക്കുക. മൈനസ് ഇൻറ്റു പ്ലസ് വരുന്നത് കൊണ്ട് ആൻസർ മൈനസ്. സി ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ 15 ഇൻറ്റു -25 ഇൻറ്റു -4 ഇൻറ്റു -10. ഇത് ഓർഡർ മാറ്റേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 15 ഇൻറ്റു 25 ഇൻറ്റു 4, 25 ഇൻറ്റു 4 100 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ +100 ഇൻറ്റു -10. സോ 15 ഇൻറ്റു 1 15 വരും, 2 0, പിന്നെ ഇൻറ്റു 10 കൂടെ ചെയ്യുമ്പോൾ ഒരു 0യും കൂടെ വരും, 15,000. ഇത് പ്ലസ് ഇൻറ്റു പ്ലസ്, ആൻസർ പ്ലസ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. സോ ആൻസർ -15,000. ഫോർത്ത് ക്വസ്റ്റ്യൻ ഡി -41 ഇൻറ്റു 102. സോ ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. പക്ഷെ നമുക്കിവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് മാറ്റാം. -41 ഇൻറ്റു 102 എന്നുള്ളതിന് 100 + 2 എന്ന് എഴുതാം. സോ ഇവിടെ ഇപ്പം A ഇൻറ്റു B + C ഫോമിൽ വന്നു. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം -41 ഇൻറ്റു 100 പ്ലസ് -41 ഇൻറ്റു 2 എന്ന് കിട്ടും. യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സോ ഇപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -41 ഇൻറ്റു 100 എന്നുള്ളത് -4100, 4100 വരും. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് തന്നെ വരും. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആകും, മൈനസ് ഇൻറ്റു ഈ പ്ലസ് മൈനസ് തന്നെ ആവും. അപ്പം -41 ഇൻറ്റു 2, 41 ഇൻറ്റു 2 എന്നുള്ളത് 82 വരും. രണ്ടും സെയിം സിമ്പിളാണ്. സോ ആഡ് ചെയ്യുമ്പം 4182.
ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ കൊടുക്കുമ്പോൾ -4182. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് സൈഡിൽ ചെയ്യണം. അതിന് പകരം മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്ത് തന്നെ ആൻസർ കണ്ടുപിടിക്കുന്നു. 5th question, 625 into -35 plus -625 into 65. സോ ഇവിടെ 625 കോമൺ ആയിട്ടുണ്ട്. സിമ്പിൾ നോക്കണ്ട, 625 കോമൺ ആയിട്ടുണ്ട്. സോ 625നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടാം. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പം 625 ഇൻറ്റു -35 പ്ലസ് ഇവിടെ ഒരു മൈനസ് ബാക്കിയുണ്ട്. 625 മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ മൈനസ് നമുക്ക് ഈ നമ്പറിൻ്റെ കൂടെ കൊടുക്കാം, -65. സോ 625 ഇൻറ്റു -35 പ്ലസ് ഇൻറ്റു മൈനസ് ആവും -65. സെയിം സിമ്പിളാണ്. സോ ആഡ് ചെയ്യുമ്പോൾ 625 ഇൻറ്റു -100. 65 പ്ലസ് 35 100. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ കൊടുക്കും -100. സോ ആൻസർ 625 ഇൻറ്റു 100 എന്നുള്ളത് 625,000. സോ 62,500 വരും. സിമ്പിൾ പ്ലസ് ഇൻറ്റു മൈനസ് വരുന്നുണ്ട് മൈനസ്. എഫ് 7 ഇൻറ്റു 50 -2. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പം 7 ഇൻറ്റു 50 മൈനസ് ഇവിടെയുള്ള സിമ്പിൾ അങ്ങനെ തന്നെ കൊടുക്കുന്നു 7 ഇൻറ്റു 2. 7 ഇൻറ്റു 50, 7 ഇൻറ്റു 5 35, പിന്നെ ഈ ഒരു 0 കൂടെ 350 മൈനസ് 7 ഇൻറ്റു 2 14. സബ്ട്രാക്ട് ചെയ്യുമ്പം 350 മൈനസ് 14, 0 ബോറോ ചെയ്യുമ്പോൾ 10 മൈനസ് 4 6, 4 മൈനസ് 1 3, 336. 336. ഗ്രേറ്റർ നമ്പർ ഇവിടെ പ്ലസ് ആണ്. സോ ആൻസർ പ്ലസ് 336. ജി -17 ഇൻറ്റു -29. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. -17 ഇൻറ്റു 29നെ നമുക്ക് -30 പ്ലസ് 1 എടുക്കാം. -30 പ്ലസ് 1 -29 ആണ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇടാൻ മറന്നു പോയത്, ഈക്വൽ ടു എല്ലാം ഒരേ ലൈനിൽ ഇടാനും ശ്രദ്ധിക്കണം. -17 ഇൻറ്റു -30 പ്ലസ് -17 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് ഇത് പ്ലസ് ആവും. 17 ഇൻറ്റു 30, 17 ഇൻറ്റു 3, 7 3s are 21, 2 3 plus 2 5, 51. ഇവിടെ ഒരു 0 ഉണ്ട്, അപ്പോൾ 0യും കൂടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പ്ലസ് 510 -17 ഇൻറ്റു 1 -17. സോ 510ന്ന് -17 ചെയ്യുമ്പം 10 - 7 3, 10 - 1 9, 493. 493 ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ കൊടുത്തു. എച്ച് -57 ഇൻറ്റു -19 പ്ലസ് 57. സോ -57 ഇൻറ്റു -19 ഒരു ടേമും പ്ലസ് 57 അടുത്ത ടേമുമാണ്. അടുത്ത ടേം നമുക്ക് പ്ലസ് 57 ഇൻറ്റു 1 കൊടുക്കുകയാണെങ്കിൽ രണ്ട് ടേംസായി, രണ്ടിലും 57 കോമൺ ഉണ്ട്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 57 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഇൻറ്റു മൈനസ് ഇത് പ്ലസ് 19 ആകും. പ്ലസ് ഈ 1 മാത്രം ഇവിടെ ബാക്കിയുണ്ടാകും. 57 നമ്മൾ പുറത്തേക്ക് എടുത്തു. 57 ഇൻറ്റു 19 പ്ലസ് 1. സോ ഇതിനെ നമുക്ക് 57 ഇൻറ്റു 20 എന്ന് എടുക്കാം. സോ 57 ഇൻറ്റു 2 ചെയ്യുമ്പം 7 2s are 14, 5 2s are 10, 10 plus 1 11, 114. ഈ ഒരു 0യും കൂടെ, രണ്ട് നമ്പർ പോസിറ്റീവാണ്. സോ ആൻസറും പോസിറ്റീവ്. 6th question ഇതാണ്. എ certain freezing process requires that room temperature to be lowered from 40 degrees Celsius at a rate of 5 degrees Celsius every hour. What will be the room temperature 10 hours after the process begins? ഒരു റൂം ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്, അതിൽ നിന്ന് ഓരോ മണിക്കൂറും 5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ 10 hours കഴിയുമ്പം എത്രയായിരിക്കും റൂം ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കണം. സോ ഓരോ 1 ഹവറിലും 5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ ആഫ്റ്റർ 10 hours എത്ര ഡിഗ്രി സെൽഷ്യസ് കുറച്ചിട്ടുണ്ടാവും? 5 ഓരോ അവറിലും ഇൻറ്റു 10 ടൈംസ്. സോ 50 ഡിഗ്രി സെൽഷ്യസ് കുറച്ചിട്ടുണ്ടാവണം. സോ ആദ്യം ഉണ്ടായിരുന്നത്
40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിൽ നിന്ന് 50 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുമ്പം നമുക്ക് ആൻസർ 40 മൈനസ് 50 ഡിഫറൻസ് സിമ്പിൾ ആയത് +40 മൈനസ് 50. സോ ഡിഫറൻസ് സിമ്പിൾ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. 50 മൈനസ് 40 10 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഗ്രേറ്റർ നമ്പർ 50യുടെ സിമ്പിൾ മൈനസ് ആയതുകൊണ്ട് -10 ഡിഗ്രി സെൽഷ്യസ്. സോ ആൻസർ -10 ഡിഗ്രി സെൽഷ്യസ്. 7th question. In a class test containing 10 questions, 5 marks are awarded for every correct answer and -2 marks are awarded for every incorrect answer and 0 for questions not attempted. So ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു. അതിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 10. മാർക്സ് ഫോർ കറക്റ്റ് വൺ ഈക്വൽ ടു 5 മാർക്സ്. സോ 5 നമുക്ക് +5 എന്ന് എടുക്കാം. മാർക്സ് ഫോർ ഇൻകറക്റ്റ് വൺസ് -2 മാർക്സ് കുറയ്ക്കും. ആൻഡ് മാർക്സ് ഫോർ നോട്ട് അറ്റൻഡിങ് ഈക്വൽ ടു 0. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0. അറ്റൻഡ് ചെയ്തിട്ട് ശരിയാണെങ്കിൽ +5ഉം തെറ്റിപ്പോയെങ്കിൽ -2. അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ 0. സോ ഇനിയാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോഹൻ gets 4 correct and 6 incorrect. 4 correct and 6 incorrect. സോ 4 കറക്റ്റിന് 4 × 5 കിട്ടും. പ്ലസ് 6 ഇൻകറക്റ്റിന് 6 × -2. സോ ടോട്ടൽ മാർക്സ് എത്രയായിരിക്കും? 4 × 5 20 പ്ലസ് 6 × 2 -12 വിച്ച് ഈസ് ഈക്വൽ ടു 20 - 12. പ്ലസ് ഇൻറ്റു മൈനസ് ആവും. സോ 20 - 12 8 മാർക്സ്. Second question. Reshma gives 5 correct answer and 5 incorrect answers. So 5 correct answers na 5 into 5 marks kittum plus 5 incorrect na 5 into -2. So which is equal to 25 plus into minus ആവും 25 - 10 which is equal to 15 marks. So രേഷ്മയ്ക്ക് കിട്ടിയ മാർക്സ് 15. തേർഡ് ക്വസ്റ്റ്യൻ. ഹീന. ഹീനയുടേത് 2 കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് 5 ഇൻകറക്റ്റ് ആൻസേഴ്സ് പ്ലസ് ഔട്ട് ഓഫ് 7 അറ്റംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി 3 നോട്ട് അറ്റംപ്റ്റഡ്. സോ 2 കറക്റ്റ് ആൻസേഴ്സിന് 5 മാർക്സ്, 5 ഇൻകറക്റ്റ് ആൻസേഴ്സിന് -2 മാർക്സ് ആൻഡ് 3 നോട്ട് അറ്റംപ്റ്റഡിന് 0. 2 + 5 7, 7 + 3 10. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണല്ലോ. സോ 2 × 5 10 പ്ലസ് ഇൻറ്റു മൈനസ് ആവും 5 × 2 10 പ്ലസ് 3 × 0 0. So 10 - 10 0 ആകും. 0 + 0 0. So 0 marks. 8th question. A cement company earns a profit of 8 rupees per bag of white cement sold and a loss of 5 rupees per bag of grey cement sold. The company sells. So if they are selling white cement, they'll get a profit of 8. So we'll take it as +8. Grey cement ആണെങ്കിൽ we can take it as loss of 5 per bag. So we can take it as -5. So a question. A company sells, the company sells 3000 bags of white cement, that is into +8, and 5000 bags
of grey cement. What is its profit or loss? So 3000 into 8, 8 3s are 24, 30. So minus 24,000 plus, sorry, white cement plus no. White cement is plus 8 ആണല്ലോ. So 3000 into plus 8 plus 24,000 plus 5,000 into 5. 5 5s are 25, 000. 25,000 plus into minus minus. So 24,000 plus into minus minus ആകും 25,000. So 24,000 minus 25,000 ഡിഫറൻസ് സിമ്പിൾ ആയത് പ്ലസും ഇത് മൈനസും. സോ ഡിഫറൻസ് സിമ്പിൾ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 25 മൈനസ് 24,000 വരും. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ മൈനസ് ആയതുകൊണ്ട് minus 1,000 rupees. B question. What is the number of white cement bags if it's sold to have neither profit or loss if the number of grey bags sold is 64,000 bags? വൈറ്റ് സിമെൻറ്റ് എത്ര ബാഗാന്ന് അറിയില്ല, നമുക്കതിനെ എക്സ് എടുക്കാം. എക്സ് ഇൻറ്റു പ്ലസ് 8ഉം പ്ലസ് 6,400 ഗ്രേ സിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6,400 ഇൻറ്റു -5 ചെയ്യുമ്പോൾ നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. പ്രോഫിറ്റും ഉണ്ടാകാൻ പാടില്ല, ലോസും ഉണ്ടാകാൻ പാടില്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 നമുക്ക് എടുക്കാം. സോ 8 ഇൻറ്റു എക്സ് 8x പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും 64 ഇൻറ്റു 5. 4 5s are 20, 6 5s are 30, 32, 320 and 00. 32,000 equal to 0. So 8x equal to അപ്പുറത്തേക്ക് ഒരു നമ്പർ കൊണ്ടുപോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സിമ്പിൾ ആവും. 0 പ്ലസ് 32,000. 0 പ്ലസ് 32,000 വരും. സോ എക്സ് ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും 32,000 ബൈ 8. സോ എക്സ് ഈക്വൽ ടു 8 4s ആണ് 32. സോ 4 3 0 4,000. സോ 4,000 ബാഗ്സ് ആണെങ്കിൽ പ്രോഫിറ്റും ഉണ്ടാകത്തില്ല, ലോസും ഉണ്ടാകത്തില്ല. Ninth question. Replace the blank with an integer to make it a true statement. തന്നിരിക്കുന്ന ബ്ലാങ്ക് സ്പേസിൽ എന്താണോ ഫില്ല് ചെയ്യേണ്ടത് അത് ഫില്ല് ചെയ്യുക. അപ്പോൾ -3 ഇൻറ്റു ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 27. സോ 3 ഇൻറ്റു ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 27 വെച്ചാൽ 3 ഇൻറ്റു 9 ആണ്. ആൻസർ പോസിറ്റീവ് വരണമെങ്കിൽ രണ്ട് നമ്പറിനും സെയിം സിമ്പിൾ ആയിരിക്കണം. സോ ഇത് മൈനസ് ആയതുകൊണ്ട് ഇതും മൈനസ്. സോ 3 ഇൻറ്റു -9 ഈക്വൽ ടു 27. ബി 5 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു -35. 5 ഇൻറ്റു 7 ആണ് 35. മൈനസ് വരണമെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് സിമ്പിൾ ആയിരിക്കണം. ഓൾറെഡി ഇത് +5 ആണ്. സോ ഇത് -7 ആയിരിക്കും. ഡാഷ് ഇൻറ്റു -8 ഈക്വൽ ടു -56. ആൻസറിന് മൈനസ് ആണെങ്കിൽ രണ്ടിനും ഓപ്പോസിറ്റ് സിമ്പിൾ ആയിരിക്കും. സോ ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്. സോ ഈ നമ്പർ പ്ലസ് ആയിരിക്കും. പ്ലസ് 8 7s ആണ് 56. സോ +7. ഡാഷ് ഇൻറ്റു -12 ഈക്വൽ ടു 132. 11 ഇൻറ്റു 12 ആണ് 132. പ്ലസ് വരാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും സെയിം സിമ്പിൾ ആയിരിക്കണം. സോ -11 ഇൻറ്റു -12 ഈക്വൽ ടു 132. So third exercise complete ആയി. Thank you for watching the video.